ഹായ്! വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർ എനിക്കൊന്ന് പറയണ കാര്യമാണ് ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോയാണ് മിസ് ചെയ്യുന്നത്. ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഗൾഫുകാരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർ പറയട്ടോ, ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് എളുപ്പമാണ്, ടേസ്റ്റുമാണെന്ന്. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിയുമെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതൊരു സന്തോഷം നമുക്ക് കേൾക്കുമ്പോൾ. നമ്മളോണ്ട് ആരെങ്കിക്കൊക്കെ ഒരു ഉപകാരം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും 5, 6 വർഷമായിട്ട് നമ്മൾ ഈ യൂട്യൂബിൽ നിന്ന് പോകുമ്പോൾ നമ്മളോട് ആരെങ്കിക്കൊക്കെ ഒരു ഉപകാരം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ദേ നമ്മള് നല്ലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. സത്യം പറയണോ, അടിപൊളി എഗ് ബിരിയാണി ആയിരുന്നു. ഞങ്ങൾക്ക് ആ ചൂടോടക്കനൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രാത്രി 12 മണിയായില്ലേ നമ്മൾ കഴിക്കുമ്പോൾ ബിരിയാണി? 12 മണിയായിട്ടും ബിരിയാണിക്ക് യാതൊരു കേടുമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്കാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ണുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അന്ന് സ്കൂളില്ല അല്ലേ? ഇല്ല, ലീവാന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. രാവിലെ അവർക്ക് അവധി കിട്ടി. രാവിലെ അന്നത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്തത്. അപ്പം അന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു സ്കൂളില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഹാപ്പിനെസ് ആണ് നമ്മുടെ കുടിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് തുള്ളിയും ചാടി നിൽക്കുന്നത്. അല്ലാട്ടാ, ഉറങ്ങി എണീച്ച് വന്നിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ മുട്ടിന് മൂപ്പര് ആന ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ പോലെ ആടിക്കൊണ്ടിരിക്കും ട്ടാ. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ട്ടാ. എന്നാൽ അതിലേക്ക് അച്ചാറ് സലാഡ് ഒന്നും വേണ്ട, നല്ല ടേസ്റ്റിയാണ് ട്ടാ. എന്തെങ്കിലും കോഴിമുട്ട കുറവായിരുന്നു, കോഴിമുട്ട കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മളിത് 2 ടീസ്പൂൺ നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടാം. അപ്പം ഇത്ര വെളിച്ചെണ്ണയാണ്, നെയ്യിൻ്റെ ആവശ്യമില്ല. ഇത് വറുത്ത് കോരണമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് സബോള, ഒരു സബോള, ഒരു 1 1/2 സബോള വറുത്ത് കോരിയെടുക്കുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ഇവിടെ ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും കരിഞ്ഞു പോരുത്. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ ആവുമ്പേക്ക് എടുത്തോട്ടാ. എന്ന് വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞാലും ഒന്ന് കളറ് ചേരും. നമ്മൾ നല്ല ഗോൾഡൻ കളറായിട്ട് കോരി എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതൊരു കരിഞ്ഞ കളറായി മാറും. അപ്പോൾ ഒരു പുളിയുറുമ്പിൻ്റെ നിറമൊക്കെ വരില്ലേ, ഒരു ഗോൾഡൻ സ്വർണ്ണത്തിൻ്റെയൊക്കെ നിറം, അതിലേക്ക് ഇങ്ങനെ കടക്കണ നേരൊക്കെ ആകുമ്പോഴേക്കും ആ സബോള അങ്ങട് കോരി എടുത്തോട്ടാ. അതാണ് കറക്റ്റ് ബിരിയാണിക്ക് നമ്മൾ ഇടാനുള്ള ഒരു പാകം ട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് സബോള അരിയണമെങ്കിൽ അരിയാം, തക്കാളി അരിയാം, കോഴിമുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അത് തൊണ്ട് പൊളിക്കാം. അപ്പുറത്ത് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പം ഞാൻ അരി അടപ്പത്തിടാൻ വേണ്ടി അരിക്ക് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പെരുംജീരകം, ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ട്ടോ. അങ്ങനെ നമ്മൾ സബോള ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ മുരിയാൻ തുടങ്ങുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു പാകം നമുക്കറിയാലോ, സബോള ഇങ്ങനെ ഗോൾഡൻ കളറാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ നെയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വളരെ കുറച്ചേ നമ്മളുള്ളൂ. ഈ ഉള്ളിൽ കിടക്കുന്ന കാണുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സബോളയൊക്കെ പറക്കിയെടുക്കുക, അതാണ് കുറച്ച് കഷ്ടപ്പാട്. ഇങ്ങനെ കോരി 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 എടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ കളറായിട്ട് കിടക്കും എണ്ണയിൽ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് കണ്ട, ആ എടുക്കുമ്പോഴുള്ള കളറല്ല പ്ലേറ്റിലേക്ക് എത്തിയപ്പോൾ കണ്ട. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ചുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് ഇഷ്ടമാട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ എഗ് ബിരിയാണിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ചിക്കനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ റൈസിൻ്റെ ഉള്ളിലൊന്ന് കടിക്കാൻ നല്ലതാണ്. നല്ല അണ്ടിപ്പരിപ്പ് പൊടി ഇങ്ങനെ 2, 3 കഷ്ണാക്കിയത്, കുറച്ചൊരു പിടി മുന്തിരി ട്ടോ. മുന്തിരി ടേസ്റ്റ് ബിരിയാണിക്ക് ഞാൻ പണ്ടൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ മുന്തിരി. എൻ്റെ അമ്മയാണ് കാണിച്ചത്. ഇങ്ങനെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇടയിൽ ആ ഒരു മുന്തിരി വെച്ച് തിന്ന് ടേസ്റ്റ് സത്യം കേട്ടോ. ഇപ്പം എനിക്ക് ഇഷ്ടമാട്ടോ ബിരിയാണിയിലെ മുന്തിരി ഞാൻ കഴിക്കും. പണ്ടൊന്നും കഴിച്ചിരുന്നില്ല, എടുത്ത് ചോദിക്കണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഒരു ഗോൾഡൻ കളറാവാനേ പാടുള്ളൂ. കരിക്കരുത്. കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ഭംഗി അവിടെ പോകും. അങ്ങനെ നമ്മളതൊക്കെ എടുത്തതിന് ശേഷം ഇനി ഒരു 3, 4 സബോള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ അത് വാടിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു. അതിലേക്ക് 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട്, എല്ലാവർക്കും അല്ല, ഉണ്ണോട് കൂടി വെച്ചത്. അപ്പം അതിൻ്റെ ബാക്കി ഞങ്ങൾ പോയപ്പോൾ തരി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ബിരിയാണി അരി കുറച്ച് നീളൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം ഇതാ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് ഒരു തരി ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഉപ്പിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ അരിക്കനുസരിച്ച് ഒരു തരി വെള്ളത്തിൽ തൂക്കം നിൽക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോഴേക്കും അതിനായിട്ട് അപ്പുറത്ത് നമുക്ക് ആവശ്യമുള്ള സലാഡിനുള്ള സബോള അരിയുണ്ട്, മസാലയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് തരുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ സബോളയൊക്കെ വാടി വന്നപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒരു തുണ്ട് ഇഞ്ചി, ഒരു 5, 8 വെളുത്തുള്ളി, ഒരു 3, 4, 5 പച്ചമുളകും കൂടി ചതച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സബോള ഇങ്ങനെ വാടിയതിൻ്റെ ശേഷം വേണം
നമ്മളിത് ഇട്ട് കൊടുക്കാം ട്ടോ. അതാണ് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അത് നമ്മൾ അപ്പുറത്ത് തക്കാളി സബോള ഒക്കെ അരിഞ്ഞ് വരുമ്പോഴേക്കും ആ സബോള ഇരുന്ന് വണങ്ങിക്കോളും. അതിന് പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ മണം മാറുന്നോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 തക്കാളി, പഴുത്ത 2 തക്കാളി കുഞ്ഞിതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ തക്കാളി ആണെങ്കിൽ ഉടയുന്നില്ല, എത്ര ഇളക്കിയാലും തിരിച്ചാലും ഉടയില്ല. അതാണ് ഇപ്പോഴത്തെ തക്കാളിയുടെ ഒരു അവസ്ഥ. അങ്ങനെ നമ്മളിത് തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇടാം ട്ടോ. അപ്പോഴേക്കും നോൺ സ്റ്റിക്ക് വെച്ചിട്ടായിരിക്കും തുള്ളി വെളിച്ചെണ്ണയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ആ മുട്ട വെറുതെ ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്തെ അടുപ്പത്ത് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇപ്പുറത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരി വെന്ത് കഴിഞ്ഞാൽ നേരെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ. ഒരു നമ്മളാ നിന്ന നേരം കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. തലേദിവസമൊക്കെ നമുക്ക് ഈ സബോളയും കാര്യങ്ങളൊക്കെ ചതച്ച് ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ പണി. ഇപ്പോൾ കുറേ ആൾക്കാർ കാരണം ഫ്രീസറിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അങ്ങനത്തെവർക്ക് സുഖമാട്ടോ. പിന്നെ ഈ മേടിക്കുന്ന റെഡിമെയ്ഡ് പേസ്റ്റിനോട് താല്പര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തുവിടുക. കുറച്ച് പൊടി ഉണ്ടെന്ന് കണ്ടില്ല. അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ആ മല്ലിയിലയും പുതിനയിലയും കഴുകി ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ അരിഞ്ഞിട്ടു. പിന്നെ പുളി കുറഞ്ഞ തൈര് ഒരു 3 ടീസ്പൂണോളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടുണ്ട് ഈ പച്ചക്കുത്ത് മാറണ വരക്കി ഇളക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി, എല്ലാം അടിപൊളി നല്ല ടേസ്റ്റുള്ള മസാല. ഈ മസാല കുത്ത് വരരുത്, കുത്ത് വന്ന ബിരിയാണിയുടെ ടേസ്റ്റ് പോകും. പിന്നെ രാവിലെ നമ്മൾ രാവിലെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഗ്രീൻ പീസ് രാവിലേക്ക് കറിക്ക് ചപ്പാത്തിക്ക് കറിക്ക് വേണ്ടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു പിടി ഗ്രീൻ പീസ് ഇട്ടു. എനിക്കിഷ്ടമാണ് ഈ ബിരിയാണി റൈസിൽ ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഇടുന്നത്. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. ഈ ഒരു മസാല മാത്രം മതി ട്ടോ. അത് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് വറ്റി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അടുത്ത പണി കിട്ടാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ആ മസാലയൊക്കെ ഒന്ന് തൊണ്ട അടയുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലെങ്കിൽ പറയണം. അപ്പോൾ വീണ്ടും നമ്മൾ വിശദമായിട്ട് വീഡിയോസ് ചെയ്യട്ടെ. ഇതൊക്കെ ഏകദേശം അറിയും, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യണതൊക്കെ ഒരേപോലെ ആണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ചില രീതികളിൽ മാറ്റങ്ങളാണ് കേട്ടോ. നേരെ അരി ഒരു 3/4 വശം വെന്തപ്പോൾ നേരെ അവിടെ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് വിടുക, അപ്പുറത്ത് ഊറ്റുക ഇതിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആയില്ല. നേരെ ആ വേവണോട് കൂടിയിട്ട് നമ്മുടെ മസാലയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ചോറ് ഊറ്റിയിടുമ്പോൾ അതിലുള്ള പട്ടയും ഗ്രാമ്പൊക്കെ പറക്കി കളയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഉള്ളവർക്ക് അത് കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. ഞാൻ പറഞ്ഞു നമ്മുടെ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി പോയി നോക്കിയേ. ഇപ്പോൾ ആ ബിരിയാണിയുടെ മുകളിൽ ആ ഗോൾഡൻ കളറിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി സബോള ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ ബാക്കി വന്ന് ഞാൻ 2 മണം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിക്കുമായിരുന്നു. സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇട്ടാൽ പോരെ. ഒരു നേരം ഉണ്ണുകൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തട്ടിമുട്ടി ബിരിയാണിയൊക്കെ ഉണ്ണുകൾക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നെയ്യും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റ് വെച്ച് കുറച്ച് വെയിറ്റ് ഒരു പാത്രം വെള്ളം കൂടി വെച്ചിട്ട് ചെറിയ തീയിലൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ബിരിയാണി തുറന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. നമ്മൾ ആ മസാലയൊക്കെ ഉണ്ടല്ലോ കുറച്ച് പാകമായിട്ട് കണ്ട ഇങ്ങനെ പരട്ടി കൊടുക്കുക. റൈസ് കണ്ട കറക്റ്റ് പാകം വേവായതുകൊണ്ട് രാത്രി ആകുമ്പോഴും ബിരിയാണി നല്ല സോഫ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതിലേക്ക് സത്യം പറഞ്ഞാൽ അച്ചാറും സലാഡും ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിട്ട് വെറുതെ റൈസ് കഴിക്കാം. 1 ടീസ്പൂൺ മതി, കൈ വേണമെന്നില്ല. അത് അത്രയും മസാലയൊക്കെ യോജിച്ചെടുത്ത ബിരിയാണിയുടെ ഒന്നും യോജിപ്പിക്കുന്ന ശരി ടീസ്പൂണിന് കോരി കഴിക്കാൻ വേണ്ടി നമ്മൾ യാത്രകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഓഫീസിൽ പോകുമ്പോഴും നല്ലൊരു കാര്യമാണ് അടുത്തത് കേട്ടോ. നോക്കി ഒരു ബ്ലാക്ക് അങ്ങനെ ബിരിയാണിക്ക് മെറ്റീരിയലായിട്ടാണ് വന്നത്. ജോർജറ്റിന്റെ ഒരു വേറൊരു ജോർജറ്റിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അതിലൊരു മെറ്റീരിയൽ കേട്ടോ. നോക്കി ഷോളൊക്കെ എന്തൊക്കെ ഇത് വേണ്ട ഒരു ചെറിയ എംബ്രോയിഡറിയും പിന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ കണ്ട ഷെൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പം അടുത്തത് കണ്ടില്ല എൻ്റെ ഇതൊക്കെ ഒരു ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് വൈറ്റ് ഡോട്ടായിട്ടാണ് വന്നിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ കാലത്ത് ആ സാരി ഒരു ഓർമ്മയില്ല ഈ ഒരു ഡ്രസ്സ് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിന്റെ ഷോള് നല്ല ഭംഗിയുണ്ട്. പാൻറ് വരുന്നത് ബ്ലാക്ക് ആട്ടോ, കറുപ്പ് പ്ലെയിൻ ബ്ലാക്ക് ആണ് വരുന്നത്. എൻ്റെ ഷോളിന്റെ ഒരു ഭംഗിക്ക് അപ്പോൾ ഇതേ കണ്ടോ. അപ്പോൾ അടിപൊളിയായിട്ടോ. അപ്പോൾ അത് വേണ്ടവര് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ
അങ്ങനെ ഞാൻ എൻ്റെ കുണിക്കൂടി മോളോട് ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ഉണ്ണിയുടെ പേരിടൽ ചടങ്ങ് കേട്ടോ. അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കമാണ് കേട്ടോ. അപ്പം നമ്മുടെ മക്കൾ ഈ ഒരു പ്രായത്തിൽ മാത്രം കേട്ടോ നമുക്ക് സ്വന്തമുള്ളൂ. അത് കഴിഞ്ഞ് അവർ വലുതാകുമ്പോൾ എല്ലാവരുടെ കാര്യമില്ല, ഞങ്ങളൊക്കെ നമ്മൾ ചില കാര്യം ചിലവരുടെ ലൈഫിലത്തെ കാര്യമാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ വലുതാകുമ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരും. അത് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ എന്തായാലും പറഞ്ഞ് വിഷമിപ്പിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഈ സ്നേഹിക്കാൻ പറ്റുന്ന കാലഘട്ടം അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ ഇപ്പോൾ മുഖത്ത് ബേബി ക്രീമാണ് തേച്ചിട്ട്, ബേബി ക്രീം തേച്ചതിൻ്റെ മുഖത്ത് ഒരു തരി ഫൗണ്ടേഷൻ എടുത്ത് തേച്ചു. എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ കുറച്ച് ഭംഗിയാവാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഐഷേഡൊക്കെ എടുത്തിട്ട് കണ്ണും വിട്ടു. ഐഷേഡോ ഒന്നുമല്ല, ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഞാൻ ഐഷേഡും കാരണമൊന്നും മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഇവർ ഉപയോഗിച്ചതിൻ്റെ ബാക്കി അങ്ങനെ കിട്ടിയ ടപ്പേൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ആളൊക്കെ ഓടിക്കിട്ടെ. ഞാൻ എൻ്റെ കുണിക്കുമ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാട്ട്. വേറെ ഐഷേഡോ കാരണമൊന്നും മേടിച്ചിരിക്കാറില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മേക്കപ്പ് വലിയ കല്യാണങ്ങൾക്ക് പോകുകയാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചെറിയ പരിപാടിക്ക് പോകണം ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ മേക്കപ്പ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കണം. അപ്പം നമ്മുടെ കൃപേരെ സാരി കേട്ടോ, കോഫി ബ്രൗൺ സാരിയാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റ് നമ്മുടെ ഉണ്ണിമായ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാവരും ഞായറാഴ്ച സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു 5:30 ആകുമ്പോൾ എണീച്ചു. ഞങ്ങൾ പന്നിത്തടം വഴി പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ കുണുക്കനാണ് കൊള്ളി ബീഫ് കഴിക്കണം. അപ്പം ഞാൻ ഒരു ചായയും ഒരു മുട്ട ബജ്ജി കഴിച്ചു കേട്ടോ. പക്ഷെ നല്ല കൊള്ളി ബീഫ് തന്നെ കേട്ടാ. എല്ലാവർക്കും പറ്റുമെന്നല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ, വീടും കടയും കൂടി ആ ടേസ്റ്റ് പാട് വെച്ചിട്ട് ഉറക്കം പറ. പറയും ഞാൻ തട്ടുകടയിൽ വന്ന് അങ്ങനെ പറയട്ടോ. ഒന്നുകൂടി നീ പറഞ്ഞോ, നിനക്കറിയാം. തക്കടേണ്ടി ഒന്നുകൂടി പറയണ്ടേ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. നാളെ തൊട്ട് വീഡിയോ ഇട്ടോടണം. കുക്കിംഗ് വീഡിയോ മിസ് ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് വന്നിട്ട് നമ്മളോട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ കുക്കിംഗ് വീഡിയോ തുടങ്ങണം. നമുക്ക് എന്ത് ചെയ്യും, വയ്യ. രാത്രി എത്തുമ്പോഴേക്കും തീരെ വയ്യ സത്യം പറഞ്ഞാൽ. അതിന്റെ ഓർമ്മ മനസ്സിനും സുഖമില്ല. എന്താ വെച്ചെങ്കിൽ ഒരു വണ്ടി ബസ് ഇടിച്ചിട്ട് 2 ആള് മരിച്ചു എന്നൊക്കെ. നമ്മുടെ റൂട്ടിൽ നമ്മൾ എന്നും പോയി വരുന്ന നമ്മുടെ വഴിയിൽ അങ്ങനെ ഒരു അപകടം എവിടെ ഉണ്ടായാലും വേദനയാണ്. എന്നാലും നമുക്ക് പെട്ടെന്നേ നമ്മൾ അപ്പോഴേക്കും കുഞ്ഞിനൊക്കെ അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കുണിക്കുമ്പോൾക്ക് വയ്യാണ്ട് 2 മണിയാകുമ്പോൾ സ്കൂളിൽ ടീച്ചർ വിളിച്ചിട്ട് 2 മണിയില്ല 1:00 വിളിച്ചൂല്ലേ, കുണിക്കിനെ കൊണ്ടുവരാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ പിള്ളേർ വിളിച്ചു, അച്ഛനമ്മ ആ വഴിക്ക് വരണ്ട, അവിടെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഒരു ബസ് വന്നിട്ട് എത്ര വണ്ടിയാ, 5 വണ്ടി, 4 വണ്ടി ഇടിച്ച് ചേർത്ത് 2 ആളും മരിച്ചിട്ടുണ്ട്, 2 ആളും സീരിയസ് ആണ്. അങ്ങനെയാണ് ഇപ്പം അറിവട്ടാ. നമ്മൾ 2 ആൾക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞത് ന്യൂസിൽ. പിന്നെ ഇപ്പോൾ ഇവിടെ താഴെയൊക്കെ പറഞ്ഞു 2 ആളും മരിച്ചിട്ടുണ്ടെന്ന് പറയണ്ട. അറിയില്ല, ഒന്നും അറിയില്ല. എന്തായാലും വണ്ടി വന്ന ലാസ്റ്റ് ആ വീടിന്റെ മതിലിന്റെ മുകളിൽ ഇടിച്ചു നിൽക്കണ ഒരു വീഡിയോ ഉണ്ട്. അറിയാതിരുന്നത് ഭാഗ്യം അല്ലേ. ശരി, എന്തെങ്കിലും എത്ര ആൾക്കാർക്ക് പേർക്ക് പറ്റുമായിരുന്നു വെച്ചിട്ടാ. എന്തായാലും പറ്റാണെന്ന് എപ്പോഴും പറ്റും. എന്നാലും ഒന്ന് നിയന്ത്രിച്ചാ ഞാനും ഉൾപ്പെടെ എല്ലാവരും വണ്ടി ഓടിക്കണില്ല. എന്താ വെച്ചാൽ ഒരു മഴ ഉണ്ടായിട്ടാണ്, തെന്നി മാറി പോയതാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മഴയില്ല, ഒന്നുമില്ല. കുറേ ഒക്കെ മതിയായിട്ട് വണ്ടിക്കാർ ചെയ്യണ തെണ്ടി തരണം ഇഷ്ടംപോലെ നമ്മൾ റോഡിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഒരു ക്ഷമയില്ലാണ്ട് ഡ്രൈവർമാരെ വണ്ടി ഓടിക്കുന്നതിൻ്റെ എത്ര ആൾക്കാർ വീട്ടിൽ ഫോൺ കുത്തി തിരികിട്ട് എന്തൊക്കെ നിയമം വന്നിട്ട് എന്താ കാര്യം. ഹെൽമെറ്റ് വെക്കുന്നേക്കാളും മുന്നേ ചെയ്യേണ്ട നിയമം ഈ വീട്ടിൽ ഫോൺ കുത്തി. ഹെൽമെറ്റ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഹെൽമെറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഫോണ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഫോൺ വെച്ചിട്ട്. നമ്മൾ ഈ ഫോൺ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് സംസാരിക്കുന്ന ആളിലേക്ക് എത്തുകയാണ്. പലരും പ്രേമിക്കണവരിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു വരും. നമ്മളെ അറിവിലുണ്ടായിട്ടുണ്ടറിയോ? നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരുത്തം കണ്ടില്ല, ഒരു കയ്യിലൊരു ഫോൺ. പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരുത്തം കണ്ടില്ല, ഒരു കയ്യില് ഫോണ്, പിന്നെ ഒരു കൈ കൊണ്ട് അവൻ വേണോ വേണ്ട വെച്ചിട്ട് തിരിക്കണം. അവൻ ഈ വഴിക്ക് നോക്കണില്ല. അപ്പൊ ഞാൻ ഉൾപ്പെടെ ഫോൺ ഉപയോഗിച്ചിട്ടൊന്നും വണ്ടി ഓടിക്കില്ല കേട്ടോ. അന്നേടെ ഉൾപ്പെടെ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വണ്ടി സ്പീഡിന്റെ കാര്യം. അതും അന്നേടെ കൂടി ചേർത്ത് പറഞ്ഞു മാത്രം. അന്നേടൊന്നും ആ മാതിരി സ്പീഡിലോ കാരണമൊന്നും ബസ്സാണ് വന്നത്. ആ ബൈക്കുകാര്, സ്വിഫ്റ്റ് വണ്ടി, ഓട്ടോറിക്ഷ നെഞ്ചത്തേക്ക് വരികയാണെങ്കിൽ എന്ത് നിവൃത്തി? ഒരു നിവൃത്തിയില്ല. ആ ബസ്സുകാരൻ്റെ ഒറ്റ തെറ്റാണ്. എന്തായാലും അതൊക്കെ കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു തേരിക്കേട്. നമ്മുടെ മക്കളായാലും എല്ലാവരും പുറത്ത് പോകണവരാണ് എല്ലാവരും.
അപ്പം നമുക്ക് സമാധാനം ഇല്ലാണ്ടിരിക്കുക. ഓരോരുത്തർക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഈ തൊയിരക്കേടായിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് വയ്യ, ഛർദ്ദിക്കുക. ഇന്നലെ ഇപ്പോൾ എത്ര ന്യൂസ്, ആ വെള്ളം മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് ഒരാളെ രക്ഷിക്കാൻ പോയ ആൾ മരിച്ചപ്പോൾ ആ കുട്ടികളും അതിൽ എന്തിനാ അച്ഛൻ ഇതിങ്ങനെ ചെയ്യാൻ പോയി, എന്തിനു ചെയ്യാൻ പോയി, എന്തിനാ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. അവർക്ക് അറിയില്ലല്ലോ, അവർ കുഞ്ഞു മക്കൾ, അവർക്ക് നഷ്ടപ്പെട്ടത് അവരെ അച്ഛനെയാണ്. അപ്പോൾ ആ മനുഷ്യൻ നഷ്ടപ്പെടേണ്ടി വന്നു ആ മനുഷ്യനൊരു വീട് കിട്ടാൻ. ആ മനുഷ്യൻ്റെ ജീവൻ്റെ വിലയാണ് ഞാൻ എൻ്റെ വീടിനല്ലേ. ഇന്നലെ വീട് സതീശൻ പറയണ കേട്ടു, വീട് വെച്ച് കൊടുക്കാന്ന്. അപ്പോൾ ആ വീടിന് ആ മനുഷ്യൻ്റെ ജീവൻ കൊടുക്കുന്നു. അവർക്കൊരു വീട് വരണമെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ഗവൺമെൻറ്റിനായാലും പലർക്കും അത് ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും ആരും ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ വേണം ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൈത്താങ് കൊടുക്കാൻ ആരും ഉണ്ടായിണ്ടാവില്ല. ഇപ്പോൾ കൂട്ടാത്മഹത്യ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെ ബന്ധുക്കൾ ചിലപ്പോൾ ഒന്ന് കരയില്ല, അവരൊക്കെ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് കൈപ്പിടിച്ച് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊന്നും കൂട്ടാത്മഹത്യ ചെയ്യില്ലായിരിക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിക്കും നമ്മളുൾപ്പെടെ. അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റും, എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഐഡിയ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നതിൻ്റെ വില നമുക്ക് നല്ല മാതിരി അറിയാം, ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർ നിങ്ങൾ വന്ന് ദാരിദ്ര്യം പറയണം, അവരില്ല പാട്ടും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യമാണ് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യണത്. അല്ലാണ്ട് നിങ്ങളുടെ 10 രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിടതോ ഷെയർ ചെയ്യണതല്ല. അപ്പം നമ്മൾ ഒരു കുടുംബം ഓടിപ്പിക്കാനായിട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നമ്മൾ ഓടിപ്പായാണ്. നമ്മളൊന്നുമില്ല വെച്ചാൽ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യുകയാണ്, അത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തെടുത്താണ് സത്യം പറഞ്ഞ ഒരു സേഫ്റ്റി കാർ എല്ലാം പറഞ്ഞിട്ടും. നമ്മളന്ന് എടുത്തിരിക്കാൻ നമുക്കൊരു വണ്ടി നമുക്ക് ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു. ഇന്നും വണ്ടി ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അന്ന് തന്നെയാണ് ഭയങ്കര ടെൻഷൻ. അപ്പോൾ പറ്റണോടത്തോളം നമ്മളത് ചെയ്യും. ഇല്ലെങ്കിൽ വേണ്ട, പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് വണ്ടി വിൽക്കാം. അങ്ങനെ ഒരു ഒറ്റ തീരുമാനത്തിലെടുത്ത വണ്ടി അടവ് ഫുള്ളടച്ച്. അപ്പോൾ അത് ഒന്നും എല്ലാം ഉണ്ടായിട്ടോ എല്ലാം തികഞ്ഞിട്ടോ നമുക്കൊരു കാര്യം മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയെടുക്കാനുള്ള ഒരു വാശി ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു ദിവസം ഓരോ വീട്ടിട്ട് കാര്യം നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് നീക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യണത്. ഇപ്പം എത്ര വയ്യെങ്കിലും ഞാൻ കെടുക്കില്ല. എന്തുകൊണ്ടാ? നമുക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യില്ല, ചോറ് കൂട്ടാൻ വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് മടിയാവും, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ചെയ്ത് തീർക്കാൻ വല്ല കാര്യമാണെങ്കിൽ നമുക്ക് കിടന്നാലും ഉറക്കും വലിയ ഒന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചില സമയങ്ങളിൽ നമുക്ക് വിഷമമാവുന്നത് കുണുക്കിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ അവർക്കിപ്പോൾ ഞങ്ങളതിനെ കിട്ടണില്ല, ഒട്ടും കിട്ടാണ്ട്. അത് കുടുക്കിന് വിഷമ, കുടുക്കിന് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും കുടിക്കിനെ പുറത്ത് കൊണ്ടുപോകാനും ഒന്നിനും പറ്റണ്ടാകുമ്പോൾ അവരേക്കും ഇവിടെ കടയിൽ വന്നിരുന്നാണെങ്കിൽ ഞങ്ങളിവിടെ കുറച്ചു നേരം തല്ലുണ്ടെങ്കിൽ തല പൊളിച്ച് അവർക്ക് ബോറടിക്കുന്നത് ഞങ്ങൾക്ക് അവരെയും കണ്ടിട്ടിരിക്കാൻ ഇന്നലെ കറണ്ടില്ല. രാവിലെ 2 മണി രാത്രി 5 മണിക്കാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് പിന്നെ വേറൊരു സന്തോഷം ഉണ്ടായത്, ഞങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലും അതിനുവേണ്ട അനിയെ വന്നിട്ട് അവരെ കൊണ്ടുപോയപ്പോൾ എനിക്ക് സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ ഇപ്പം അടുത്തായിട്ട് അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് വീടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടിയിട്ടുള്ളൊരു ജീവിതമല്ലേ. അപ്പോൾ അല്ല ഓരോ കുട്ടികളും ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ കുറേ നാളിങ്ങനെ എങ്ങോട്ടും പോകാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി ജീവിച്ചവർ ഞങ്ങൾ. എന്താ പറയുക, വെക്കേഷനൊക്കെ വരുമ്പോഴേ 2 മാസം വെക്കേഷനൊക്കെ മഞ്ഞയുടെ ഗൾഫിലുള്ളപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങളെ കാണുകയില്ല. സംഗീതം അവിടെ ഉണ്ടായിരുന്നു. രാവിലെ വെച്ചാൽ സിറ്റ് ഔട്ട് അടിച്ചടച്ച് കഴിഞ്ഞാൽ ആ കോട്ടവാതിൽ എന്ന് പറയാം, ഈ കോട്ടവാതിൽ അടച്ചിട്ടാൽ പിന്നെ പിറ്റേ ദിവസം സിറ്റ് ഔട്ട് അടിച്ചുടയ്ക്കാൻ നമ്മൾ തുറക്കുക. എന്നും വീട് അടിച്ചുടക്കുക. ആ അടിച്ചുടക്കിയ സിറ്റ് ഔട്ടിൽ തുറന്നു അടിച്ചവരവിടെ തുടച്ച് കയറി പിന്നെ കുറ്റിയിടും. പിന്നെ പിറ്റേ ദിവസം ഈ അടിച്ചുടയ്ക്കാനാണ് നമ്മളെ സിറ്റ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എങ്ങോട്ടും പോവാനും ആര് വരാനും ഇല്ല, ഞങ്ങൾക്ക് എങ്ങോട്ടും പോവാനും ഇല്ല. അതിൻ്റെ ഉള്ളിൽ ഞാനും പൊന്നും കുഞ്ഞിനും അതിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ആവും പകലും ഇടവരും. അങ്ങനെ മക്കൾ 2 പെങ്ങളെ ഇടംവരം കൊണ്ട് നടന്നതെന്ന് ഒരു അമ്മ. അങ്ങനെയായിട്ട് കുറേ ഇന്നലെ അങ്ങനെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഗൾഫ് ഭർത്താവും പൊന്നൂന്നിൻ്റെ കുട്ടീനെ വിളിക്കുന്നത് അങ്ങനെ ഇടംവര കൊണ്ടുപോകും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം എനിക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളതാണ്. ഗൾഫുകാരൻ്റെ ഭാര്യ 2 ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കഥകൾ അവർ പറഞ്ഞു, ഞങ്ങളും കുറേ കഥകൾ അങ്ങോട്ട് കുറേ സംസാരിച്ചു. അങ്ങനെ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ എല്ലാവരും ഇതുപോലെയല്ല, ചിലവരൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ നമുക്ക് അവർ വന്നിരുന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ പോകട്ടോ. അങ്ങനെ
അപ്പോൾ പറഞ്ഞു വീഡിയോ ഇട്ടോളൂ, വീഡിയോ കാണാണ്ടിരിക്കുമ്പോൾ എന്തൊരു സുഖക്കുറവാണ്, ഞങ്ങൾ എന്നും ആദ്യം നോക്കും ഇപ്പം ലൈറ്റ് വീഡിയോ ഇട്ടുണ്ടോയെന്ന് നോക്കുക, ഇവർക്ക് വീഡിയോ ഇട്ടോടെ എന്ന് ചിന്തിക്കുന്നത് സത്യം. അപ്പോൾ ഇവരെന്ത് വീഡിയോ ഇടാത്ത അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. വീഡിയോ ഇടണമെന്ന് ആഗ്രഹം, നാളോട്ട് വരെ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നിനും നേരില്ല. ഇനിയിപ്പോൾ 5 മണിക്കൊക്കെ ആയിരിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ തന്നെയാണ് കിടക്കുക, തല പൊന്തണ്ടേ. 6 മണിക്ക് അലറ അടിച്ചു തുടങ്ങും, ചിലപ്പോ 6:30, 6:45 എഴുന്നേറ്റാ ചോറ് വേവാൻ മുന്നേളെ സ്കൂളിൽ 5:15 അലറ അടിക്കുന്നുണ്ട്, 5:15 തുടങ്ങണ്ട. അപ്പൊ കൊറേ നേരം ഉറക്കം പോകുന്നില്ല, അറിയണ്ട് എഴുന്നേൽക്കാൻ വയ്ക്കില്ല. തലവേദന. ഇതിപ്പോ എത്ര ദിവസം തലവേദന? 4 ദിവസം അടുപ്പിച്ച് തലവേദനയായിട്ട് 3 ദിവസം ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. അതും പറയണ്ട, ഈ പ്രാവശ്യം എനിക്ക് 2 പ്രാവശ്യം ഡേറ്റും. അപ്പൊ എൻ്റെ ഒരു കഷ്ടകാലം നോക്കി, ഞാൻ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസം അതിൻ്റെ നോക്കി, ഒരു 10-15 ദിവസം അതിൻ്റെല്ലോ. അപ്പൊ ഈ വീണ്ടും അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അങ്ങനെ എന്താ പറയാ, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് വയ്യേണ്ടാവുമെന്ന് പറയാം. ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പൊ ഈ മാസം അങ്ങനെ ഉള്ളൊരു കാര്യം ഞാൻ അയ്യോ അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെന്താ വിശേഷം? എന്ത് വിശേഷം? രാത്രി നേരം വെളുക്കുന്ന രാത്രി ആവണം. ഇപ്പത്തെ ജീവിതം ഇങ്ങനെ. എന്നാലും പിന്നെ ഒരു സമാധാനം, ഉന്നോളെ രണ്ടാളെയും കാണാത്തതിന്റെ ഒരു വിഷമം. പിന്നെ ഞങ്ങൾ രണ്ടാളും എപ്പോഴും കൂടെ ഉണ്ട്. ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന ലൈഫാണ്, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാവണം. അപ്പൊ അത് എന്തെങ്കിലും സാധിച്ചെന്നു. ലൈഫ് ഇപ്പൊ ഒരു 5 to 10 കൊല്ലായി ഉണ്ടാവൂലേ. ഇത് രസമല്ലേ? ഇത് വീട്ടിലാകുമ്പോ ഞാനൊരു ബാക്കിലോ ഞാൻ ഫ്രണ്ട് ഞാൻ റൂമില് പറയാനിട്ടോ, ഇത് ഈസിന്റെ ഉള്ളിലെന്നെ. നിങ്ങൾക്ക് അങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം, നിങ്ങൾ അങ്ങനെ തന്നെ വേണം. അനുഭവിക്കണുണ്ട്, നമ്മളനുഭവിക്കുന്നില്ല, നമ്മളെ ഹാപ്പിയാ. ഉണ്ണുള്ള കാര്യം മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ. കുഞ്ഞിന്റെ കാര്യം ടെൻഷൻ. കുഞ്ഞൻ പിന്നെ അച്ഛൻ അവരും ഇതേപോലെ ഹാപ്പി ആയിട്ട് അവരുണ്ടാവും. അവർക്ക് ഇപ്പം ഞങ്ങൾ അവരില്ല, അവരുണ്ടാവും ഒറ്റയ്ക്കല്ല, അവർ ഹാപ്പി ആയിട്ട് അവരിയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉണ്ണിയോടെ കാര്യമായിരിക്കുമ്പോൾ മാത്രം ഞങ്ങൾക്കൊരു വിഷമമുള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അവർക്ക് ആഗ്രഹങ്ങളുള്ള കുട്ടികളാണ്. അപ്പോൾ അതൊന്നും നടക്കാണ്ടാകുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ആഗ്രഹം വാശി പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഫേസ് നമ്മൾ മനസ്സിലാക്കി എന്താ കൊടുക്കണം അങ്ങനെ പോകണമെന്നാണ് മൂകതയാ. അപ്പോൾ വിഷമം ഉണ്ടാക്കുമ്പോൾ ഇല്ല അമ്മ കുഴപ്പമില്ല, സാരില്ല, അപ്പം നമുക്ക് ചെയ്യാട്ടാ, കുറച്ച് ദിവസം കഴിച്ചിട്ട് അമ്മ അച്ഛനൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ വിഷമം. ചിലപ്പോൾ അത് വാശി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെയാണ് 2 ചീത്ത പറയുന്നു. അപ്പം അതിന് നിവൃത്തിയില്ല. അങ്ങനെ ഞാനേട്ടാ. അപ്പോ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴേക്കും എനിക്ക് നിങ്ങളുടെ തന്നെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം. അപ്പം എൻ്റെ ഇൻസ്റ്റാ പേജ് ഇപ്പം വേണമെങ്കിൽ ലൈറ്റ് എന്നാണ്, അതും കൃപ ഇൻസ്റ്റാ പേജ്, രണ്ടും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം ഞാൻ അപ്പൻ്റെ ചുരിദാറിൻ്റെ സാരിയുടെ ഫോട്ടോസും വീഡിയോസും ഞാൻ ഓണത്തിന് കുറേ കസവ് പട്ട് സാരികളൊന്നും ഇറക്കിയില്ല. ഞാനിപ്പോൾ ജോർജറ്റ് മെറ്റീരിയലാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഓണം വിഷുവൊക്കെ കഴിഞ്ഞാൽ സെറ്റ് കൊടുത്ത് എടുത്ത് പൂട്ടി അലമാരി വെക്കണം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ജോലിക്ക് പോകണമൊക്കെ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ പറ്റിയുണ്ടാകും. ഞാൻ ഇപ്പോഴും ജോർജറ്റ്, പക്ഷെ ഇത് ശരിക്കും നല്ല ജോർജറ്റ് അല്ല കേട്ടോ. ഇതിന് അന്ന് 2000 രൂപയാണ് കൊടുത്തുള്ളത് ഇതിൻ്റെ റേറ്റ്. അങ്ങനെ അപ്പം ഇതൊക്കെ ആകുമ്പോൾ എത്ര കഴിക്കാനും വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻ്റ് ഇല്ല, നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതിനാണ് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് തടി തോന്നിക്കില്ല, അതാണ് ഏറ്റവും. തടി തോന്നിക്കുന്നില്ല, ഭയങ്കര ഒരു എന്താ പറയാ, നല്ല ഗ്ലാമർ തോന്നും. ചിലപ്പോ അങ്ങനെ കേട്ടോ, ഡ്രസ്സിന്റെ അല്ലാട്ടോ. അപ്പൊ നിങ്ങള് ഡ്രസ്സ് എടുക്കണവരും ചിന്തിച്ചോളെ, നിങ്ങളുടെ ഭംഗിയല്ല, പിന്നെ അതല്ല സൗന്ദര്യാണല്ലേ, പറയാൻ പറ്റില്ല. എന്താ ചെയ്യ, നമ്മുടെ അച്ഛനമ്മ. നിങ്ങളുടെ ഭാഗ്യം ഇതില് പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇത്ര ഭംഗിയുള്ള പെണ്ണിനെ കിട്ടി, നിങ്ങളുടെ ഭാഗ്യം. അത് പറഞ്ഞേ, നിങ്ങൾക്ക് അതാണ് പറയാൻ പറ്റുന്നില്ലല്ലോ. നീ എന്റെ പോലെ കള്ളം പറഞ്ഞ മതി, അപ്പൊ ശരിയായിക്കോളൂല്ലേ.
എന്തൊക്കെ ചെയ്താലും ഭാഗ്യം കൂടി കൂടി നിക്കണ്ട്. എന്റെ കെട്ടിയോട് കൂടിയിട്ട് ഈ മനുഷ്യന്റെ ഭാഗ്യം ഇങ്ങനെ തികഞ്ഞു നിൽക്കും. ഭാഗ്യക്കുറവൊന്നുമില്ല. ഈ അസുഖങ്ങൾ വരുന്ന കുറച്ച് ബാധ്യതകൾ വരുന്ന അതൊക്കെ ലൈഫിൽ എല്ലാരും അങ്ങനെ പോയിക്കോട്ടെ. അല്ല ആക്സിഡന്റ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചിന്തിക്കുമ്പോഴേ അതുവരെ അങ്ങോട്ട് വണ്ടികളില്ലാണ്ട് CCTV വന്നിട്ടാ കുറച്ച് അങ്ങോട്ട് വണ്ടികളേ ഇല്ല. അതായത് കുന്നോർന്ന് ഒറ്റ വണ്ടികളിലാണ് കുറച്ച് ആ നേരത്തൊന്നും ഈ ബസ്സിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. വണ്ടികൾ ഒരു ബൈക്ക്, ഒരു ഓട്ടോറിക്ഷ, ഒരു സ്വിഫ്റ്റ്, അതിന്റെ ബാക്ക് ആ ബൈക്കുകാരൻ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഒരു മുടിനാര് എനിക്കൊക്കെ രക്ഷപ്പെടണം. അയാളാണ് ഏറ്റവും വലിയ എന്താ കണ്ണിന് മുന്നേ കണ്ട ഒരാളുടെ അവസ്ഥ അയാളെങ്ങനെ നിൽക്കണം. നമ്മളെങ്ങനെ വീണ അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന വണ്ടി റൈറ്റ് സൈഡിൽ പോയിട്ടാണ് മതിൽ മേടിച്ച് നിൽക്കണത്. ഇപ്പൊ എന്റെ ഒരു മൈൻഡാണ് ഞാനാ നിന്നത്. ഇപ്പൊ ഞാൻ കുഴഞ്ഞു വീണ കണ്ട ടെൻഷനില്. അല്ല അത്രയും വലിയൊരു കാഴ്ചയാണ് അയാളുടെ മുന്നിൽ. അയാള് രക്ഷപ്പെടലോ എന്ന് ആലോചിക്ക്. അയാൾക്ക് ശ്വാസം അതാണ് ഒരു കുട്ടിനാര് ഇറക്കി അയാൾ രക്ഷപ്പെട്ടത്. ശരിക്കും എന്റെ മുന്നിൽ വന്നപ്പോഴേ അയാൾ രക്ഷപ്പെടില്ലായിരുന്നു. അത്രയ്ക്ക് ഇതിനൊന്നും ഇട്ടിച്ചിട്ട് ആ മധുരമിക്ക എത്തുക അയാള്. വണ്ടികളൊക്കെ ഓടിക്കണതും അല്ല വളരെ മോശമായിട്ട് ഡ്രൈവിങ് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങളുടെ സ്ഥലത്തേക്കും തിരിക്കാക്കുമ്പോ അതിന്റെ മുന്നിലുള്ള സ്കൂട്ടിക്ക് ഓടിച്ച് ചെന്ന പെൺകുട്ടി നിർത്തി. അതിന്റെ ബാക്കിലുള്ള നിർത്താൻ വയ്യ. അപ്പൊ ഈ തിരിക്കണ്ടവർക്ക് തിരിക്കണ്ടേ വണ്ടി. അവ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ഈ വക ആൾക്കാരെന്താ ചെയ്യാ. അപ്പൊ എന്തായാലും എനിക്ക് മെസ്സേജുകളൊക്കെ വരണ്ടേ, അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമുക്ക് മുന്നോട്ട് പോയാലോ. അപ്പൊ ഇത്ര പറഞ്ഞോണ്ട് പോയാലോ. ബൈ.